ഇനി വരുന്നത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് ഈ മീനക്കൂറ് എന്ന് പറയുന്നത്. മീനരാശിക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാണ്. ലഗ്നത്തിൽ കുജനും ശനിയും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലഗ്നത്തിൽ ശനി വരുന്നത് കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ്. കൂടാതെ രണ്ടാം ഭാവപതിയായിട്ടുള്ള ചൊവ്വയും അവിടെ വന്നു നിൽക്കുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ് ഈ രണ്ട് ഗ്രഹങ്ങളും. ഒന്ന് കാറ്റിൻ്റെ അഥവാ വായുവിൻ്റെയും മറ്റത് അഗ്നിയുടെയും കാരണങ്ങൾ ഉള്ളതാണ് ഈ പറയുന്ന ശനിയും ചൊവ്വയും. അതായത് പരസ്പര വിരുദ്ധമായിട്ട് ചിന്തിക്കാനും പരസ്പര വിരുദ്ധമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരികയും ഒക്കെ ചെയ്യേണ്ട ഒരു കാലമാണ്. ഇവയൊക്കെ സംയമനത്തോടുകൂടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള തടസ്സങ്ങൾ ഇവർ പോകേണ്ടി വരും. മന്ദകുജയോഗം ഒട്ടും അനുകൂലമല്ല. ഒരുപാട് പരിശ്രമിച്ചാലേ ഏറ്റെടുത്ത പ്രൊജക്റ്റുകൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രവർത്തിച്ചാൽ തന്നെയും ഇന്ന് അതിൻ്റെ ഫലം ഉടൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഫലം കിട്ടുന്നില്ല അഥവാ കിട്ടില്ല എന്നൊരു തോന്നൽ, ഒരു പരാജയ ബോധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് നിയന്ത്രണം ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള പല ചിലവുകൾക്കുള്ള സാഹചര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ ഉള്ള പണം വേണ്ട രീതിയിൽ ജുഡീഷ്യസ് ആയിട്ട് ചിന്തിച്ച് ചിലവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കടത്തിലേക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് പിന്തുണ പ്രത്യക്ഷത്തിൽ ഉണ്ടെങ്കിലും എപ്പോഴും ഒരു അകൽച്ച ഉള്ളതായിട്ട് ഒരു തോന്നൽ, താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത വരാനുള്ള സാധ്യത, അഥവാ അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വാക്കുകളിൽ കൂടെ നിരന്തരമായിട്ടുള്ള ശരിയായ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടെ വേണം അത് തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനും അതിൽ കൂടെ മാനസിക ഉല്ലാസം ഉണ്ടാക്കാനും കഴിയണം. അതിനുള്ള പ്രവർത്തനം അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ശരീരവേദന ഉണ്ടാകാം. മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ക്ഷീണം, ഉറക്കക്കുറവ്, പ്രത്യേകിച്ച് ജോലിയിൽ നിന്ന് കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ ജോലി ഭാഗത്തു നിന്ന്, പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന്, പ്രവർത്തന മേഖലയിൽ നിന്നുണ്ടാകും. അതുകൊണ്ടുണ്ടാകാവുന്ന സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ഗായത്രി ഉപാസന വളരെ നല്ലതാണ്. സൂര്യനെ ഭജിക്കുന്നത് നല്ലതാണ്. ഇതിലൊക്കെ പുറമേ കണ്ടകശനിയും ഏഴരശനിയും ഉള്ള കാലമാണ്. ശാസ്താഭജനം വളരെ നല്ലതാണ്. ശനി ഗ്രഹ ദോഷശാന്തിക്കായിട്ടുള്ള കർമ്മങ്ങൾ സ്വയം അനുഷ്ഠിക്കുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യനും ശനിക്കും ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ല ഫലത്തെ ഉണ്ടാക്കും. നമസ്കാരം.